തൊടുപുഴ പാമ്പാടുംപാറ കാപ്പിത്തോട്ടത്തിൽ 8 മാസം ഗർഭിണിയായ യുവതിയെ കൊലപ്പെടുത്തി മൃതദേഹം കുളത്തിൽ താഴ്ത്തിയ കേസിൽ പ്രതിക്ക് കഠിന തടവും പിഴയും വിധിച്ച് കോടതി. കേസിൽ പ്രതിയായ മാത്യു ദേവസ്യ എന്ന തങ്കച്ചന് ജീവപര്യന്തം കഠിന തടവാണ് തൊടുപുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി സനു എസ് പണിക്കർ ശിക്ഷ വിധിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് പ്രകാരം ജീവപര്യന്തം കഠിന തടവിനും തെളിവ് നശിപ്പിച്ചതിന് 201 വകുപ്പ് പ്രകാരം 3 വർഷം കഠിന തടവിനുമാണ് പ്രതിയെ ശിക്ഷിച്ചത്. കൂടാതെ 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. ഈ പിഴത്തുക കൊല്ലപ്പെട്ട അമ്പിളിയുടെ മാതാവിന് നൽകണമെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. 2012 ജനുവരി 3-നാണ് നാടിനെ നടുക്കിയ ദാരുണമായ കൊലപാതകം ഉണ്ടായത്. കട്ടപ്പന കടമാക്കുഴി ഭാഗത്തുള്ള ഏലത്തോട്ടത്തിലെ സൂപ്പർവൈസറായ മാത്യു ദേവസ്യയും അവിടെ തൊഴിലാളിയായിരുന്ന അമ്പിളിയും തമ്മിൽ അടുപ്പത്തിലാവുകയായിരുന്നു. തുടർന്ന് അമ്പിളി ഗർഭം ധരിച്ചു. ഭാര്യയും കുട്ടികളുമുള്ള കുടുംബസ്ഥനായ പ്രതി അമ്പിളി ഒരു കുഞ്ഞിന് ജന്മം നൽകിയാൽ തനിക്ക് കുടുംബജീവിതവും സാമൂഹിക പദവിയും നഷ്ടമാകുമെന്ന ഭയത്താലാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. കൃത്യം നടപ്പിലാക്കുന്നതിനായി ജോലിക്കെന്ന വ്യാജേനെ വീട്ടിൽ നിന്നിറങ്ങിയ അമ്പിളിയെ പ്രതി തന്ത്രപൂർവ്വം പാമ്പാടുംപാറ ആനക്കുത്തി ഭാഗത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. കൊലപാതകം നടത്തുന്നതിനും മൃതദേഹം മറവു ചെയ്യുന്നതിനുമായി കട്ടപ്പനയിൽ നിന്ന് മുൻകൂട്ടി വാങ്ങിയ പ്ലാസ്റ്റിക് കയറും നീലപ്പടുതായും ബിഗ് ഷോപ്പറിലാക്കി ഓട്ടോറിക്ഷയിലാണ് ഇയാൾ സംഭവസ്ഥലത്ത് എത്തിയത്. അമ്പിളി വഴിമധ്യേ പിന്മാറാതിരിക്കാൻ ഇയാൾ തുടർച്ചയായി ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. വിജനവും വിസ്തൃതവുമായ പാമ്പാടുംപാറ എസ്റ്റേറ്റ് വക കാപ്പിത്തോട്ടത്തിലെത്തിച്ച ശേഷം 8 മാസം ഗർഭിണിയായ അമ്പിളിയെ കയ്യിൽ കരുതിയ പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് കഴുത്തിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ആരും കാണാതെ തെളിവ് നശിപ്പിക്കുന്നതിനായി മൃതദേഹം നീലപ്പടുതായിൽ പൊതിഞ്ഞ് കല്ലുകെട്ടി തോട്ടത്തിലെ കുളത്തിൽ താഴ്ത്തുകയും ചെയ്തു. മകൾ തിരിച്ചെത്താത്തതിനെ തുടർന്ന് അമ്പിളിയുടെ മാതാപിതാക്കൾ കട്ടപ്പന പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാൻമിസ്സിംഗിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടെ അന്വേഷണം തന്നിലേക്ക് എത്തുമെന്ന് ഭയന്ന പ്രതി മാത്യു ദേവസ്യ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയും ചെയ്തു. ജനുവരി 14-ന് തോട്ടത്തിലെ കുളത്തിൽ ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ നീല പടുത കെട്ട് കണ്ട തൊഴിലാളികൾ വണ്ടൻമേട് പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് നടത്തിയ പരിശോധനയിലാണ് പടുതാക്കെട്ടിനുള്ളിൽ നിന്ന് അമ്പിളിയുടെയും പൊക്കിൾക്കൊടി ബന്ധം അറ്റുപോകാത്ത നവജാത ശിശുവിന്റെയും ജഡം കണ്ടെടുത്തത്. മാതാപിതാക്കൾ മൃതദേഹം അമ്പിളിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ ശാസ്ത്രീയ തെളിവുകളാണ് പ്രോസിക്യൂഷന് കരുത്തായത്. DNA പരിശോധനയിലൂടെ കൊല്ലപ്പെട്ടത് അമ്പിളിയാണെന്നും മൃതദേഹത്തോടൊപ്പം കണ്ടെത്തിയ നവജാത ശിശുവിന്റെ പിതാവ് പ്രതിയായ മാത്യു ദേവസ്യ തന്നെയാണെന്നും സംശയരഹിതമായി തെളിയുകയായിരുന്നു. ഇതോടെ പ്രതിയുടെ ക്രൂരതയുടെ ചുരുളഴിഞ്ഞു. അന്നത്തെ കട്ടപ്പന സർക്കിൾ ഇൻസ്പെക്ടർ റെജിയം കുന്നിപ്പറമ്പന്റെ നേതൃത്വത്തിലാണ് കേസിൽ പഴുതടച്ച അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്നും 32 സാക്ഷികളെ വിസ്തരിക്കുകയും 52 പ്രമാണങ്ങൾ തെളിവായി ഹാജരാക്കുകയും 23 തൊണ്ടിമുതലുകൾ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളുടെയും കൃത്യത വിലയിരുത്തിയാണ് കോടതി പ്രതിക്ക് ജീവപര്യന്തം തടവും കനത്ത പിഴയും അടങ്ങുന്ന ശിക്ഷാവിധി പ്രഖ്യാപിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സനീഷ് SS ഹാജരായി.